ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പുതിയ സീസൺ ISLന്റെ ഷെഡ്യൂൾ പ്ലാനുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഫെഡറേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. പുതിയ വാണിജ്യ പാർട്ണറെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് ഉടലെടുത്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ISL ക്ലബ് പ്രതിനിധികളും ഫെഡറേഷനും ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ നിന്നും 2026 ജനുവരി മുതൽ മെയ് വരെ നീണ്ടു നിൽക്കുന്ന സീസണിൽ 150 ദിവസങ്ങൾ കൊണ്ട് 180 മത്സരങ്ങൾ പൂർത്തിയാക്കും വിധം ISL നടത്താൻ കഴിയുമെന്ന് പ്രസിഡന്റ് കല്യാൺജി ക്ലബ്ബുകൾക്ക് ഉറപ്പു നൽകിയിരുന്നു. ഈ ലക്ഷ്യം സ്വന്തമാക്കുന്നതിന് വേണ്ടി ഫെഡറേഷൻ ആസൂത്രണം ചെയ്തിട്ടുള്ള ISLന്റെ ഷെഡ്യൂൾ പ്ലാൻ തികച്ചും വ്യത്യസ്തമായതാണ്. ഹോം ആൻഡ് എവേ മത്സരങ്ങൾ ഒഴിവാക്കി ചുരുങ്ങിയ വേദികളിൽ മാത്രം മത്സരം നടത്തുന്ന രീതിയാകും ISLന്റെ പുതിയ സീസണിൽ സ്വീകരിക്കുന്നത്. മുൻപ് കോവിഡ് പ്രതിസന്ധി ISLനെ അലട്ടിയപ്പോൾ ഇത്തരത്തിൽ ISL നടത്തിയിരുന്നു. പക്ഷേ അന്ന് ഗോവ മാത്രമായിരുന്നു വേദിയെങ്കിൽ ഇത്തവണ ഒന്നിലധികം വേദികളിൽ ISL മത്സരങ്ങൾ നടത്തും. 150 ദിവസങ്ങൾ കൊണ്ട് 180 മത്സരങ്ങൾ പൂർത്തിയാക്കണമെന്നതിനാൽ പുതിയ സീസണിൽ ISL നടത്തുമ്പോൾ വളരെയധികം തിരക്കേറിയ ഷെഡ്യൂളുകളാകും ടീമുകളെ കാത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഫൈനൽ തീരുമാനമെടുക്കാൻ ഫെഡറേഷനും ISL ക്ലബ്ബുകളുടെ പ്രതിനിധികളും ഇന്ന് വീണ്ടും ഒത്തുകൂടുന്നുണ്ട്. ഈ മീറ്റിംഗിന് ശേഷമാകും അന്തിമ തീരുമാനം കൈക്കൊള്ളുക.